ശ്രീരാജ്, എന്തായാലും ഏറെ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു. ഇതിലൊരു രാഷ്ട്രീയ ഇടപെടൽ എന്നുള്ള ആരോപണം കൂടി വരുമ്പോൾ എങ്ങനെയാണ് പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണമെല്ലാം പുരോഗമിക്കുന്നത്? സ്വാതി, പ്രദേശത്ത് നേരത്തെ അത്തരത്തിലുള്ള സംഘർഷമോ രാഷ്ട്രീയ വൈരാഗ്യങ്ങളോ നിലനിൽക്കുന്ന ഒരു പ്രദേശമായിരുന്നില്ല. ഈ അടുത്ത കാലത്തും അങ്ങനെയുള്ള എന്തെങ്കിലും വ്യക്തിപരമായ രാഷ്ട്രീയ തർക്കങ്ങൾ പോലും ഉണ്ടായ ഒരു പ്രദേശമല്ല എന്നാണ് പോലീസ് ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. എന്നാൽ ഇന്നലെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം ഈ ആശുപത്രിയിൽ, പത്തനംതിട്ടയിലെ ഈ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന സ്വകാര്യ ആശുപത്രിയിൽ എത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ കൊലപാതകത്തിന് പിന്നിൽ RSS BJP പ്രവർത്തകരാണ് എന്നുള്ള ഒരു പ്രതികരണമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ആ ഘട്ടത്തിലാണ് ഇതിനൊരു രാഷ്ട്രീയ അനുമാനം വന്നിട്ടുള്ളത് ഈ കൊലപാതകത്തിൽ. എന്തായാലും പോലീസ് ഈ പ്രദേശത്ത് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. പോലീസ് സ്ഥലത്ത് അതുപോലെ തന്നെ ഈ RSS BJP കേന്ദ്രങ്ങളിലെല്ലാം തന്നെ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. പോലീസിന്റെ ഒരു ആദ്യഘട്ടത്തിലെ പോലീസിന്റെ പ്രതികരണം രാഷ്ട്രീയ കൊലപാതകമാണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട് എന്നതായിരുന്നു. കാരണം ഈ അതായത് ഈ കൊല്ലപ്പെട്ട ആൾ CITU-വിന്റെയും DYFI-യുടെയും സജീവ പ്രവർത്തകനാണ്. ഈ കൊലപാതകത്തിൽ ഉൾപ്പെട്ടു എന്ന് പറയുന്ന സംഘം BJP പ്രവർത്തകരുമാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു രാഷ്ട്രീയ അനുമാനം വരാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ ലോഡിങ്ങുമായി ബന്ധപ്പെട്ട ഒരു തർക്കമാണ് സംഘർഷത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു പോലീസ് പറഞ്ഞത്. എന്തായാലും ആ പ്രദേശത്ത് മറ്റ് രാഷ്ട്രീയ സംഘർഷങ്ങളുടെ ഒന്നും സാധ്യത ഈ ഘട്ടം വരെയും ഇല്ലായിരുന്നു, ഇതുവരെയും ഇല്ലായിരുന്നു. പക്ഷേ ഇന്നലെ സന്ധ്യയോടുകൂടി ഇരുവിഭാഗം ചെറുപ്പക്കാർ തമ്മിൽ വാക്കുതർക്കവും നേരിയ രീതിയിലുള്ള സംഘർഷവും നിലനിന്നിരുന്നു. അതിനെ തുടർന്നുണ്ടായ ഒരു കൊലപാതകമാണ് എന്നാണ് പറയുന്നത്. കൊലപാതകം ഈ കത്തിക്കുത്തിൽ 2 പേർക്കായിരുന്നു പരിക്കേറ്റിരുന്നത്. അതിൽ ഒരാളിപ്പോൾ പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ബിജിത്താണ് മരണപ്പെട്ടത്. അദ്ദേഹത്തിന്റെ ആഴമുള്ള മുറിവാണ് മരണകാരണം എന്നാണ് പറയുന്നത്. എന്തായാലും നിലവിൽ പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഈ പ്രതികളെ എത്രയും വേഗം പിടിക്കാൻ സാധിക്കുമെന്ന നിഗമനത്തിലാണ് പോലീസിനുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജു അബ്രഹാമിന്റെ പ്രതികരണത്തിലൂടെയാണ് ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണെന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. CPM പറയുന്നത് ഈ കൊലപാതകത്തിന് മുന്നിൽ BJP RSS പ്രവർത്തകരാണ്. ശരി ശ്രീരാജ്.